ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ഒരു അറബിക് ഗൗണിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഒരുപാട് പേര് കമൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കട്ടിങ്ങിനെ കുറിച്ച്. ഏതൊരു ബിഗിനേഴ്സിനും ഒരു കൺഫ്യൂഷനും കൂടാതെ ഈ ഒരു അറബിക് ഗൗൺ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഫുൾ അംബർല കട്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതും അതുപോലെ തന്നെ നമുക്കിതുപോലെ അത്ര ഫ്ലെയർ ഇല്ലാതെ കട്ട് ചെയ്തെടുക്കുന്ന ഇതുപോലെ രണ്ട് പാറ്റേണിലാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ കട്ടിങ് കാണിക്കുന്നത്. രണ്ടും സെയിം ആണ്, എന്നാൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് കാണിക്കുമ്പോഴാണ് ഇതിൻ്റെ എന്ത് ഡിഫറൻസ് ആണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് രണ്ട് കട്ടിങ്ങും ഞാൻ ഒരുമിച്ചാണ് കാണിക്കുന്നത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എനിക്ക് യൂട്യൂബിൽ 5K സബ്സ്ക്രൈബേഴ്സും ഇൻസ്റ്റാഗ്രാമിൽ 20K ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ചെറുതായിട്ടൊരു ഗിവ് അവേ വെക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഗിഫ്റ്റായിട്ട് ഈ ഒരു അറബിക് ഗൗൺ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോസിനായിരുന്നു കേട്ടോ എനിക്ക് കൂടുതൽ റീച്ചും എൻക്വയറീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം കൂടുതൽ കാര്യങ്ങൾ ഞാൻ വഴി അറിയിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ കട്ടിങ് കാണിക്കാനായിട്ട് ഇതുപോലൊരു A4 സൈസ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ലെങ്ത്ത് നോക്കിയിട്ട് ഇതിനെ ഒന്ന് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ എങ്ങനെയാണോ കട്ടിങ് ചെയ്യാനായിട്ട്, നമ്മളിപ്പോൾ അംബർല കട്ടിങ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പീസ് വെച്ചിട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഫ്രണ്ട് പീസ് മാത്രമാണ് കേട്ടോ. ഫ്രണ്ട് ഭാഗമാണ് ഞാനിപ്പോൾ കട്ട് ചെയ്ത് കാണിക്കുന്നത്. ബാക്ക് സൈഡും നമുക്ക് ഇതുപോലെ എക്സ്ട്രാ ഒരു പീസ് വെച്ചിട്ട് ഇതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് ബാക്ക് പീസും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 7 വയസ്സായ കുട്ടികളുടെ മെഷർമെൻറ്റ്സിലാണ് കേട്ടോ ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ നെക്കിന് വേണ്ടി കട്ട് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗം നെക്കിന് വേണ്ടിയിട്ട് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്തായിട്ട് ടോട്ടൽ വിഡ്ത്ത് 4 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ട് 2 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നെക്കിൻ്റെ ഡെപ്ത്ത്, നമ്മൾ ഇത് അറബിക് ഗൗൺ ആകുമ്പോൾ കഴുത്തിന് ചേർന്നിട്ടാണ് കേട്ടോ, അധികം ഇറക്കമൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് 2-2.5 ഇഞ്ചസൊക്കെ എടുക്കാം കേട്ടോ. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്താണ് പറയുന്നത്. അപ്പം അതിനെ നമുക്കിതുപോലെ ഒന്ന് കർവായിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് നെക്കിൻ്റെ മെഷർമെൻറ്റ്സ് വരുന്നത്. നെക്ക് മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിന് ഇനി ഷോൾഡർ, ആം ഹോൾ ഒന്നും അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് ഒരു സ്ലീവ്സിൻ്റെ ഓപ്പൺ വരുന്നില്ലേ, ആ ഒരു ഭാഗമാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ നെക്കിൻ്റെ അവിടുന്ന് ഷോൾഡറും അതിലേക്ക് സ്ലീവ്സിൻ്റെ എൽബോക്ക് മുകളിൽ വരുന്ന രൂപത്തിലാണ് ഈ ഒരു ഓപ്പൺ വരേണ്ടത്. അപ്പോൾ 7 വയസ്സായ കുട്ടികൾക്ക് ഷോൾഡർ ലെങ്ത്ത് 2.5 ഇഞ്ചസും അതിലേക്ക് ഒരു 4.5 ഇഞ്ചസും കൂടി കൂട്ടിയിട്ട് നമുക്കൊരു 7 ഇഞ്ചസാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ആ ഒരു 7 ഇഞ്ചസ് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഒരു 3 ഇഞ്ചസും കൂടെ നമുക്കിതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതാണ് നമ്മുടെ സ്ലീവ്സിൻ്റെ ഓപ്പൺ വരുന്നത്. 3 ഇഞ്ചസ് ഒരു സൈഡിലാണ്, ഫ്രണ്ട് സൈഡിലും കൂടിയിട്ട് 6 ഇഞ്ചസ് വരും കേട്ടോ. അപ്പോൾ അത് അറിയാനായിട്ട് ചെറിയൊരു കർവിൽ നമുക്കിതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കർവില്ലാത്ത ലൈനായിട്ടും നമുക്ക് ആ ഒരു ഭാഗം ചെറിയൊരു ഓപ്പൺ, സ്റ്റിച്ച് ചെയ്യാതെ ഓപ്പൺ ചെയ്തിട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു 7 വയസ്സായ കുട്ടികൾക്ക് ഫുൾ ഈ ഒരു ഗൗണിൻ്റെ ഫുൾ ലെങ്ത്തായിട്ട് 40 ഇഞ്ചസാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ആ ഒരു 40 ഇഞ്ചസ് നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് നമുക്ക് തുണിയിലാകുമ്പം ആ 40 ഇഞ്ചസ് നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അംബർല കട്ടായിട്ട് മാർക്ക് ചെയ്തെടുക്കുമ്പം ഇതുപോലെ കർവിൽ ആ ഒരു നെക്കിൻ്റെ ഭാഗത്തേക്ക് വെച്ചിട്ട് താഴേക്ക് ഇതുപോലെ കർവിൽ ഇങ്ങനെ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ലെങ്ത്ത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ ഈ ഒരു പാറ്റേണിലാണ് നമുക്ക് അംബർല കട്ടിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു മാർക്ക് ചെയ്തതിനൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മെഷർമെൻറ്റ്സൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ഭാഗത്തും സെയിം നമ്മൾ മാർക്ക് ചെയ്തതൊക്കെ ഈ ഭാഗത്തും വരേണ്ടതുണ്ട്. അപ്പം ഇത് നമുക്ക് ഫ്രണ്ട് പീസാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു മാർക്ക് ചെയ്തത് ഈ ഭാഗത്തും കൂടി അറിയാനായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു വരണ്ടല്ലോ, അത് വെച്ചിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ഒന്നുകൂടെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒറ്റ പീസായിട്ട് ഫ്രണ്ട് പീസാണ് ഇത് വരുന്നത്. അപ്പോൾ ബാക്ക് പീസും ഇതുപോലെ നമ്മൾ എക്സ്ട്രാ വേറെ പീസിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതാ നമുക്ക് ഈ മാർക്ക് ചെയ്തതിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേണിൽ ഫ്രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഫ്ലെയറിലായിരിക്കും ഇതുണ്ടാവുക.
അപ്പം ഇത് ക്ലോത്തിലാവുമ്പം ഇതിങ്ങനെ താഴേക്ക് തൂങ്ങി നിന്നിട്ട് നല്ല ഫ്ലെയറിലുണ്ടാവും കേട്ടോ. അപ്പം ഇതാണ് ഒരു പാറ്റേൺ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഫ്രണ്ട് പീസ് മാത്രമേ ഇത് കട്ട് ചെയ്ത് കാണിച്ചിട്ടുള്ളൂ. ബാക്കും നമുക്ക് സെയിം മെത്തേഡിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ വിഡ്ത്ത് മാത്രമേ ചെറിയ വ്യത്യാസം വരുന്നുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു പാറ്റേൺ തന്നെ അത്ര ഫ്ലെയർ ഇല്ലാതെ എങ്ങനെയാണ് ഈ ഒരു അറബി ഗൗണിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടതെന്നാണ് അടുത്തത് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു A4 സൈസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിനെയും നമ്മൾ ആദ്യം ചെയ്തതുപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം നെക്കാണല്ലോ മാർക്ക് ചെയ്ത് കൊടുത്തത്. അപ്പോൾ സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ഇതിലും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സോറി, ഞാൻ വെച്ചിട്ടുള്ള പാറ്റേൺ മാറിയിട്ടുണ്ട്. നമ്മുടെ സ്ലീവ്സിൻ്റെ ഭാഗം മുകളിലായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെയായിരുന്നു നമ്മൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എങ്ങനെ വരുന്നത് നോക്കിയാൽ നെക്കും ഒക്കെ സെയിമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ 40 ഇഞ്ചസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ രണ്ടാമത് മാർക്ക് ചെയ്തതിൽ ടോട്ടൽ ലെങ്ത്ത് 50 ഇഞ്ചസാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് 40ആണ് നമ്മുടെ ഫാബ്രിക് ഉണ്ടായിരുന്നുള്ളത്. ഇവിടെയും ഫാബ്രിക്കിൻ്റെ മീറ്റർ ലെങ്ത്ത് സെയിം ആണ്. ഈ ഒരു മീറ്റർ ലെങ്ത്തിൽ ഞാൻ ആദ്യം 40 എടുത്തു, പിന്നെ രണ്ടാമത് 50 എങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതാ നെക്കിൻ്റെ വിഡ്ത്തായിട്ട് ഞാനിവിടെ 2 ഇഞ്ചസും ഡെപ്തായിട്ട് ഒരു 2.5 ഇഞ്ചസും മാർക്ക് ചെയ്തിട്ട് ചെറുതായിട്ടൊരു കെർവായിട്ടൊന്ന് ആ ഒരു ഭാഗം നമുക്ക് റൗണ്ട് ഷേപ്പിലാണ് കിട്ടുക. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്ലീവ്സിൻ്റെ ഒരു ജോയിൻ ആയിരുന്നു നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ 50 ഇഞ്ചസ് ഈ ഒരു പീസിൽ എടുക്കുമ്പോൾ 40 ഇഞ്ചസാണ് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ 50 എടുക്കണമെങ്കിൽ ഈ ഒരു ഫാബ്രിക്കിൽ സെയിം മീറ്റർ വരുന്ന ഫാബ്രിക്കാണ്. അപ്പോൾ നമുക്ക് ഇവിടേക്ക് എക്സ്ട്രാ ഒരു പീസ് താഴേക്കൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ നമുക്ക് ആ മുകളിലുള്ള ഭാഗത്തേക്ക് എക്സ്ട്രാ നമ്മൾ 10 ഇഞ്ച് എക്സ്ട്രാ അവിടെ ഒരു പീസും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ എക്സ്ട്രാ പീസൊന്നും ജോയിൻ ചെയ്ത് കൊടുക്കാതെ ഈ ഒരു ഫാബ്രിക്കിൽ നിന്ന് തന്നെ 50 ടോട്ടൽ ഇഞ്ചസ് കിട്ടുന്ന ലെങ്ത്ത് കിട്ടുന്ന ഡിസൈനിലാണ് കേട്ടോ ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ടാപ്പ് വെച്ചിട്ടൊന്ന് അളന്ന് നോക്കുക. നെക്കിൻ്റെ ഭാഗത്ത് നിന്നും താഴേക്ക് ഒരു 50 ഇഞ്ചസാണ് നമുക്ക് ടോട്ടൽ ലെങ്ത്ത് കിട്ടേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് നോക്കുമ്പം നമുക്ക് എവിടെയാണോ 50 കിട്ടുന്നത് അവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഇത്രയും ചെരിഞ്ഞ് വന്നിട്ട് ഈ ഒരു ഭാഗത്താണ് എനിക്ക് ടോട്ടൽ 50 ഇഞ്ചസ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു 50 ഇഞ്ചസ് ഞാൻ ഇതുപോലെ ഒന്ന് റൗണ്ടിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ബാക്കിയൊക്കെ സെയിം മെത്തേഡിൽ തന്നെയാണ്. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ പീസ് അവിടെ വരും, അത്രയേ ഉള്ളൂ ചേഞ്ച്. അപ്പം ഞാനിതാ ഇതുപോലെ അംബ്രല്ല ഷേപ്പിൽ തന്നെ കേട്ടോ ആ ഒരു പാറ്റേണിൽ ഇതുപോലെ ഫുള്ളായിട്ട് ആ ഒരു ഭാഗം ഒന്ന് 50 ഇഞ്ചസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗമാണ് 50 ഇഞ്ചസിൽ ലെങ്ത്ത് കിട്ടുന്നത്, ബാക്കി സൈഡിൽ കിട്ടുന്നില്ല. ഇനി ഞാൻ നമ്മുടെ നെക്കിൻ്റെ ആ ഒരു ഭാഗത്തേന്ന് താഴേക്ക് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടോ? ഈ ഒരു പാറ്റേണാണ് നമുക്ക് കിട്ടുന്നത്. മുകളിൽ വന്നിട്ടുള്ള ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. അപ്പോൾ അത്രയും ഫ്ലെയർ നമുക്ക് ഇതിൽ നിന്നും കുറയും. പക്ഷെ എന്നാലും നമുക്ക് അത്യാവശ്യം നല്ല ഫ്ലെയറിൽ വരുന്നൊരു ഗൗണ് തന്നെയാണ് കേട്ടോ. ഇത്ര ഫ്ലെയർ വേണ്ട എന്നുള്ളവർക്ക് ഇങ്ങനെയും ചെയ്തെടുക്കാം. ഇനി നമുക്ക് എന്താണ് സ്ലീവ്സിൻ്റെ ഒരു ഓപ്പൺ ഉണ്ടല്ലോ, ഷോൾഡർ മുതൽ സ്ലീവ്സ് ഓപ്പൺ വരെയുള്ള ഒരു ഭാഗം നമുക്കിതുപോലെ ഒരു 7-8 ഇഞ്ചസിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് പിന്നെ ഒരു 3 ഇഞ്ചസിൻ്റെ ഗ്യാപ്പ് ഇതുപോലെ സ്ലീവ്സിൻ്റെ ഒരു കർവും കൂടെ ഒന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ സെയിം ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫാബ്രിക്കിൻ്റെ വിഡ്ത്ത് അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഡിസൈനിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫാബ്രിക് നല്ല വിഡ്ത്തുള്ളതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടുമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്തതുപോലെയും കട്ട് ചെയ്തെടുക്കാം. ഫ്ലെയർ അത്ര വേണ്ടെങ്കിൽ ഇതുപോലെയും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം കൂടി വരച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് നേരിട്ട് ഇനി കട്ട് ചെയ്ത് കൊടുത്താൽ മതി, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് കാണാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കാണിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു മാർക്ക് ചെയ്തതിലൂടെ ഈ ഒരു പാറ്റേൺ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പാറ്റേണും അത്യാവശ്യം നല്ല ഫ്ലെയറിൽ വരുന്ന ഒരു പാറ്റേൺ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ലെങ്ത്ത് അനുസരിച്ച് ഇതുപോലെ ഒറ്റ പീസിലാക്കിയിട്ടും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പാറ്റേൺ നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ ഇതാ അത്യാവശ്യം നല്ല ഫ്ലെയറിൽ തന്നെ കേട്ടോ താഴെ ഭാഗം കിട്ടുക. ഇത് നമ്മൾ ഫാബ്രിക്കിലാവുമ്പം തൂങ്ങിയിട്ട് നിൽക്കുമ്പോൾ നല്ല ഫ്ലെയർ നമുക്ക് മനസ്സിലാക്കും. ഇതും നമുക്ക് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു പാറ്റേൺ ആയിരിക്കും ഒന്നുകൂടി ബെറ്റർ ആവുക. നമുക്കധികം ലെങ്ത്ത് വേണ്ടല്ലോ.
വലിയവർക്കൊക്കെ നമ്മൾ സെക്കൻഡ് ചെയ്തിട്ടുള്ള ഈ ഒരു പാറ്റേണിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് നല്ല ലെങ്ത്തിൽ വരുന്ന ഫാബ്രിക് ആയിരിക്കും. അപ്പോൾ 50 മുതൽ 60 വരെയൊക്കെ കിട്ടാനായിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ അത്യാവശ്യം നല്ല ഫ്ലെയറും ഉണ്ടാവും. എന്നാൽ ഓവർ ഫ്ലെയറായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാവില്ല കേട്ടോ. ഈ 2 പാറ്റേണിലും നമുക്ക് അറബി ഗൗണിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ലെങ്ത്തും വിഡ്ത്തൊക്കെ നോക്കിയിട്ട് നമുക്ക് ഫാബ്രിക്കിൽ നിന്നും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ഗീവയുടെ കാര്യമൊക്കെ ഞാൻ എൻ്റെ ഈ ഒരു ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ചാനൽ സബും കൂടെ ചെയ്യാം കേട്ടോ. അങ്ങനെ ആകുമ്പോഴല്ലേ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇൻസ്റ്റയിലും യൂട്യൂബിലും കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു ഗീവ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.